ധർമ്മപുത്രന്മാരാണ് ആര്? നരനാരായണന്മാർ. ധർമ്മദേവൻ്റെ മൂർത്തി എന്ന പത്നിയിലാണ് ആരുണ്ടായിരിക്കുന്നത്? നരനും നാരായണനും. ആരാണവർ? നരനാരായണന്മാരുടെ പ്രത്യേകത എന്താ? നമ്മുടെ ഈ ഭാരതത്തിൻ്റെ ആചാര്യന്മാരാണ് അവർ. നമ്മുടെ ഈ ഭാരതത്തെ സംരക്ഷിക്കുന്നത് ആരാണ്? നരനാരായണന്മാരാണ്, ബദരികാശ്രമത്തിലിരുന്നു കൊണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു ദിനം ആരംഭിക്കുന്ന സമയത്ത് തന്നെ ആദ്യം നമ്മൾ സ്മരിക്കേണ്ടത് ആരെയാണ്? നരനാരായണന്മാരെയാണ്. നമ്മളെ സംരക്ഷിക്കുന്നവരെ തിരിച്ച് ബഹുമാനിക്കേണ്ട ഒരു കടമ നമുക്കില്ലേ? അപ്പോൾ പ്രഭാതത്തിൽ എഴുന്നേറ്റാൽ ആദ്യം നമ്മൾ വന്ദിക്കേണ്ടത് നരനും. 2 നമസ്കാരം കിടന്ന സ്ഥലത്തു നിന്ന് എഴുന്നേറ്റ് 2 നമസ്കരിക്കുക ആദ്യം തന്നെ. ആരൊക്കെ? നരനും നാരായണനുമായിക്കൊണ്ട് നമസ്കരിക്കുക. നമ്മുടെ സംരക്ഷകരാണ് അവർ. അവരെ തിരിച്ച് ബഹുമാനിക്കേണ്ട ഒരു ബാധ്യത നമുക്കുണ്ട്. അതന്നെ ബദരികാശ്രമത്തിലിരുന്നു കൊണ്ടാണ് നമ്മുടെ ഈ ഭാരതത്തെ അല്ലെങ്കിൽ നമ്മളെ ഓരോരുത്തരെയും സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇടയ്ക്കൊക്കെ ഒന്ന് കൊല്ലത്തിലൊരു തവണ ഒന്ന് ബദരികാശ്രമത്തിലൊക്കെ ചെന്ന് ഭഗവാന്മാരെ നമസ്കരിക്കാം. ഇനി സാധിച്ചില്ലെങ്കിൽ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ആ ബദരികാശ്രമത്തിൽ ചെന്ന് നരനാരായണന്മാരെ ഒന്ന് നമസ്കരിക്കാനായിട്ട് ശ്രമിക്കുക. നമുക്കതിൻ്റെ ബാധ്യതയുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ കടമുണ്ട് എന്നർത്ഥം. അപ്പോൾ ധർമ്മത്തിൻ്റെ മക്കളായിട്ടാണ് നരനാരായണന്മാരെ കണക്കാക്കുക. ആ നരനാരായണന്മാരുടെ അവതാരത്തെ വർണ്ണിച്ചു ചതുർത്ഥ സ്കന്ധത്തിൽ ആദ്യത്തെ അധ്യായത്തിൽ. ഇനി അവരെങ്ങനെയാണ് ധർമ്മത്തെ അനുഷ്ഠിക്കണത് എന്ന് പറയണമെങ്കിൽ, അത് മനസ്സിലാക്കണമെങ്കിൽ പഞ്ചമസ്കന്ധത്തിലേക്ക് കടക്കണം. പഞ്ചമസ്കന്ധത്തിൽ 19ാമത്തെ അധ്യായത്തിലാണ് അവർ എങ്ങനെയാണ് ധർമ്മത്തെ അനുഷ്ഠിക്കണത് എന്ന് നമുക്ക് പറഞ്ഞു തരണത്. അതുകൊണ്ട് തന്നെ ചതുർത്ഥ സ്കന്ധം മുതൽ ഉള്ള പഞ്ചമസ്കന്ധത്തിൽ 19 അധ്യായങ്ങൾ കഴിയുന്നതുവരെയുള്ള ഏകദേശം 50 അധ്യായങ്ങൾ ധർമ്മത്തെ തന്നെയാണ് പ്രതിപാദിച്ചിരിക്കുന്നത് എന്ന് പറയാറുണ്ട്. ചതുർത്ഥസ്കന്ധം പ്രധാനമായിട്ടും 4 കഥകളാണ് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടാവും. ദക്ഷയാഗം, ധ്രുവചരിത്രം, പൃഥുചരിത്രം, പുരഞ്ജനോപാഖ്യാനം. ഓരോ പുരുഷാർത്ഥത്തെയും പ്രതിപാദിച്ചുകൊണ്ടാണ് അവിടെ വർണ്ണിക്കുക. 4 പുരുഷാർത്ഥങ്ങളാണ് നമുക്കുള്ളത്. ഏതൊക്കെയാ? ധർമാർത്ഥ കാമമോക്ഷങ്ങൾ. എന്താണ് അതിൻ്റെ അർത്ഥം? എന്താ? അത് കൂട്ടി വായിച്ചാൽ തന്നെ അതിനുത്തരം കിട്ടും. ധർമ്മമായിട്ടുള്ള മാർഗത്തിൽ അർത്ഥം സമ്പാദിച്ച് ആഗ്രഹങ്ങളുണ്ടെങ്കിൽ ആ ആഗ്രഹങ്ങളൊക്കെ സാധിപ്പിച്ച്, ആ ആഗ്രഹം സാധിക്കണമെങ്കിൽ എന്തു വേണം? ധനത്തിൻ്റെയൊക്കെ ആവശ്യമുണ്ടാവും. ആ ഉപയോഗിക്കുന്ന ധനം എങ്ങനെയുള്ളതായിരിക്കണം? ധർമ്മമായിട്ടുള്ള മാർഗത്തിൽ സമ്പാദിച്ചതായിരിക്കണം. ക്രമേണ മോക്ഷത്തിലേക്ക് എത്തിച്ചേരുക. ഇതാണ് പുരുഷാർത്ഥ ചതുഷ്ടയങ്ങളെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൽ ധർമ്മത്തെ പ്രതിപാദിച്ച ദക്ഷയാഗം എന്നുള്ള ചരിത്രം ചതുർത്ഥ സ്കന്ധത്തിൽ ആദ്യം വർണ്ണിച്ചു. എന്താണ് ധർമ്മം, എന്താണ് അധർമ്മം? ആദ്യം അധർമ്മത്തെ കാണിച്ചിട്ട് ധർമ്മത്തെ സ്ഥാപിക്കുകയാണ് ചെയ്യുന്നത്. അധർമ്മം എന്ന് വെച്ചാൽ സജ്ജനങ്ങളെ അഥവാ ഈശ്വരനെ നിന്ദിക്കുക എന്നുള്ളത് അധർമ്മമാണ്. അപ്പോൾ ധർമ്മം എന്താണ്? ധർമ്മം എന്താണ്? ഈശ്വരവന്ദനം അഥവാ സജ്ജനവന്ദനം. ഇതാണ് എന്ത്? ധർമ്മം എന്ന് കാണിച്ചു ദക്ഷയാഗത്തിൽ കൂടി. പിന്നെ അർത്ഥം എന്ന പുരുഷാർത്ഥത്തെ പ്രതിപാദിച്ച ധ്രുവകുമാരൻ്റെ ചരിത്രം നമ്മൾ ഇന്നലെ വിസ്തരിച്ച് കേട്ടു. എന്താണ് യഥാർത്ഥ അർത്ഥം എന്ന് വെച്ചാൽ എന്താ അർത്ഥം? അർത്ഥം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ധനം എന്നാണ് അർത്ഥം, അല്ലേ? യഥാർത്ഥ ധനം എന്താണ്? അത് ഈശ്വരഭക്തിയാണ് എന്ന് ധ്രുവകുമാരൻ്റെ ചരിത്രത്തിൽ കൂടി നമുക്ക് കാണിച്ചു തന്നു.